ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. കലവറയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യുന്നത് ഒരു ഐറിഷ് ഡിന്നറാണ്. ഐറിഷ് ഡിന്നർ എന്ന് പറയുമ്പോഴത്തേന് ഇവിടെ ഉള്ളവർക്കൊക്കെ അറിയാമായിരിക്കും. ഇവരുടെ ആഹാരം എന്ന് പറയുന്നത് പൊട്ടറ്റോ ആണ്. നമ്മൾ ചോറ് കഴിക്കുന്നതിന് പകരം ഇവർ പൊട്ടറ്റോ ബോയിൽ ചെയ്ത് അത് മാഷ് ചെയ്തെടുത്ത് അതിൻ്റെ കൂട്ടത്തിൽ സൈഡായിട്ട് എന്തെങ്കിലും മീറ്റ് ഐറ്റംസോ അല്ലെങ്കിൽ ഫിഷോ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളാണ് ഇവരുടെ ഡിന്നർ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് ഡിന്നറിന് ചെയ്യുന്നത് ഒരു സ്റ്റഫ്ഡ് പോർക്ക് സ്റ്റീക്ക്. അപ്പോൾ അതിന് നമുക്ക് ഈ സ്റ്റഫിങ് ഉണ്ടാക്കാനും പൊട്ടറ്റോ വേണം. അതുകൊണ്ട് ഡിന്നറിൻ്റെ കൂടെയും പൊട്ടറ്റോ വേണം. അതുകൊണ്ട് ഞാൻ ആദ്യമേ കുറച്ച് പൊട്ടറ്റോ ഒന്ന് ബോയിൽ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ പോർക്ക് സ്റ്റീക്ക്, ഐറിഷ് പോർക്ക് സ്റ്റീക്ക്. നമുക്ക് അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പൊട്ടറ്റോ ഇവിടെ പീൽ ചെയ്ത് മുറിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനെ നമുക്ക് ആദ്യമേ ഒന്ന് ബോയിൽ ചെയ്തെടുക്കാം. നമ്മുടെ പൊട്ടറ്റോ ബോയിൽ ചെയ്ത് വെന്ത് ഇവിടെ വന്നിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിനെ ഒന്ന് ഉടച്ചെടുക്കണം. അപ്പോൾ ഉടച്ചെടുക്കാൻ വേണ്ടിയിട്ട് അതിന് മുമ്പേ നമ്മൾ ശകലം പാല് ഇതിനകത്ത് വെച്ച് കൊടുക്കാം. നമ്മുടെ പശു പാല്. ഫ്രഷ് ക്രീം ഉണ്ടെങ്കിൽ ഫ്രഷ് ക്രീം കൂടെ ചേർക്കുന്നത് നല്ലതായിരിക്കും. എൻ്റെ കയ്യിൽ ഫ്രഷ് ക്രീം ഇല്ല, അതുകൊണ്ട് ഞാൻ ചേർക്കുന്നില്ല. ഫ്രഷ് ക്രീം കൂടെ ശകലം കൊടുക്കുന്നതല്ല. ഇത് നമ്മുടെ പെപ്പർ പൗഡർ, ശകലം പെപ്പർ പൗഡർ ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പ്, ഉപ്പൊക്കെ നോക്കി ആവശ്യത്തിനുള്ളത് ഇടാവുള്ളൂ. പിന്നെ നമുക്കൊരു 2 സ്പൂൺ ബട്ടറും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിതിനെ ഒന്ന് ഉടച്ചെടുക്കാം ഇങ്ങനെ. അപ്പോൾ നമ്മുടെ മാഷ്ഡ് പൊട്ടറ്റോ ഇവിടെ റെഡിയാണ്. നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് പൊട്ടറ്റോ എടുത്ത് സ്റ്റഫിങ് ഉണ്ടാക്കാം. നമുക്ക് അതിൻ്റെ അകത്ത് ഫില്ല് ചെയ്യാൻ ആവശ്യത്തിനുള്ള പൊട്ടറ്റോ ഒരു 3-4 സ്പൂൺ പൊട്ടറ്റോ, മാഷ് പൊട്ടറ്റോ എടുത്ത് മാറ്റി അത് നമുക്ക് സ്റ്റഫിങ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് 1 സ്പൂൺ ബട്ടറും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് പാഴ്സലി, ഡ്രൈഡ് പാഴ്സലിയാണ്. നമുക്ക് ഫ്രഷ് പാഴ്സലി വാങ്ങിക്കാൻ കിട്ടും. അത് ചേർത്താലും മതി. കുറച്ച് നമുക്ക് സൗകര്യം ഇതാണ് വെച്ചാൽ എപ്പോഴും ചെന്ന് കഴിഞ്ഞാൽ ഫ്രഷ് പാഴ്സലി കിട്ടണമെന്നില്ല. അതുകൊണ്ട് ഡ്രൈഡ് പാഴ്സലി വാങ്ങിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് കുറച്ച് ഇട്ട് കൊടുക്കാം. ഒരു 2 ടീസ്പൂൺ പാഴ്സലി ഇടാം. ഇതൊരു സ്റ്റഫിങ് മിക്സാണ്. അതായത് ഇത് പാക്സോ സ്റ്റഫിങ് മിക്സ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. സേജ് ആൻഡ് ഓണിയൻ, ഞാൻ പറയുന്നത് കറക്റ്റാണെന്ന് തോന്നുന്നു. സേജ് ആൻഡ് ഓണിയൻ സ്റ്റഫിങ് മിക്സ്. അത് നമുക്കൊരു 2 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. പിന്നെ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ തന്നെ ആ നല്ല സ്റ്റഫിങ്ങിൻ്റെ സ്മെല്ല് വരാൻ തുടങ്ങി. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതാണ്. ഇനിയിപ്പോൾ ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പൂടെ ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതാണ് ഇവിടുത്തെ രീതിയിലുള്ള സ്റ്റഫിങ്. നമുക്ക് എപ്പോഴും നമ്മുടേതായിട്ടുള്ള ഒരു ടേസ്റ്റിന് നമുക്ക് താല്പര്യമുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ശകലം ഒരു 3 ചെറിയ ഉള്ളി കുനുകുനാന്ന് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതിനെ കൂടെ ഞാൻ ഇങ്ങോട്ട് ഇടുക. പിന്നെ അതുപോലെ തന്നെ ഒരു 3 അല്ലി വെളുത്തുള്ളി, അതും വെറുതെ കുനുകുനാന്ന് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതും കൂടെ ഞാൻ ഇതിനകത്തേക്ക് ഇടുകയാണ്. നമ്മുടെ ഒരു ടേസ്റ്റിലേക്ക് പിന്നെ വെളുത്തുള്ളി എന്ന് പറയുന്നത് എൻ്റെ ഒരു വീക്ക്നെസ്സാണ്. അതുകൊണ്ട് ഞാൻ മിക്കവാറും എല്ലാത്തിലും തന്നെ വെളുത്തുള്ളി ഇടും. നമുക്ക് ഇതും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിനകത്തേക്ക്. അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ സ്റ്റേക്കിനെ ഒന്ന് കുളന്നെടുക്കാം. ഇങ്ങനെ നടുക്കൂടെ ഒന്ന് കീറിയെടുക്കാം. എന്നിട്ട് നമുക്ക് ഈ സ്റ്റഫിങ്ങിനെ ഇതിനകത്ത് ഫില്ല് ചെയ്യാം.
എന്നിട്ട് ഇതിനെ നമുക്ക് ഇങ്ങനെ ക്ലോസ് ചെയ്ത് അപ്പോൾ ഇങ്ങനെയാണ് ഇവിടെ സാധാരണ ചെയ്യുന്നത്. അപ്പം ഞാൻ നമ്മുടെ ഒരു ടേസ്റ്റ് വരുത്താൻ വേണ്ടിയിട്ട് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഉപ്പൊന്ന് സ്പ്രിങ്കിൾ ചെയ്യുകയാണ്. നമുക്കങ്ങനെ ഉപ്പും പുളിയൊന്നും ഇല്ലാതെ കഴിച്ച് ശീലമില്ലല്ലോ. അതുപോലെ കുറച്ച് പെപ്പർ, പിന്നെ ഒരു ശകലം ഗരം മസാല, അതും കൂടെ അതിൻ്റെ മേളിലോട്ടൊന്ന് തൂളിയിടുക. എന്നിട്ട് നമുക്കിതിനെ റെഡിയാക്കിയെടുക്കാം. ഇത് നമ്മുടെ നോൺ ഗ്രീസ് എന്താണ്, ഇത് ബട്ടർ പേപ്പറാണ്. ബട്ടർ പേപ്പർ നമ്മുടെ ബേക്കിങ്ങിനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന പേപ്പറാണ്. അപ്പോൾ അതിനകത്തേക്ക് നമുക്കൊന്ന് ഇതിനെ ഇങ്ങനെ ചുരുട്ടിയെടുക്കാം. എന്നിട്ട് നമുക്കിതിനെ ഇങ്ങനെ എടുത്ത് ഈ ഫോയിൽ പേപ്പറിലോട്ട് വെച്ച് ഇതിനെ ഇങ്ങനെ ഫോയിൽ പേപ്പറിനകത്തൊന്ന് ചുറ്റിയെടുത്ത് രണ്ട് സൈഡും സീൽ ചെയ്യുക. എന്നിട്ട് നമുക്കിതിനെ ഓവനിലേക്ക് കയറ്റാം ബേക്ക് ചെയ്യാനായിട്ട്. നമുക്ക് പിന്നെ എന്താ നമ്മുടെ ബാർബിക്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. ഇങ്ങനെ ഇതിനെ എടുത്ത് ബാർബിക്യൂവിൻ്റെ മേളിൽ വെച്ച് ചെറിയ ഇതിനകത്ത് ചൂടിൽ വേവിച്ചെടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഞാനിവിടെ ഓവൻ്റെ അകത്ത് വെച്ചിട്ട് കുക്ക് ചെയ്യാൻ പോവുകയാണ് ഇപ്പോൾ. അപ്പോൾ നമ്മുടെ ഓവൻ ഇപ്പോൾ ഇവിടെ ഒരു 160 ഡിഗ്രിയിൽ ഞാൻ സെറ്റ് ചെയ്തിരിക്കുകയാണ്. 160 ഡിഗ്രി ഇവിടെ 4-ലാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന സാധനം എടുത്ത് ഒരു അരമുക്കാൽ മണിക്കൂറോളം എടുക്കും അത് വെന്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ നമുക്കിതിനെ എടുത്ത് ഇതിൻ്റെ അകത്തേക്ക് കയറ്റാം. അവനവിടെ ഇരുന്ന് വേവട്ടെ. അപ്പോൾ അത് നമ്മുടെ ഓവനിലിരുന്ന് വേവുന്ന സമയത്ത് നമുക്ക് ബാക്കി ഡിന്നറിന് വേണ്ട കാര്യങ്ങൾ സെറ്റ് ചെയ്യാം. അപ്പോൾ അതിന് കുറച്ച് ക്യാരറ്റ് ഒന്ന് ബോയിൽ ചെയ്ത് എടുക്കാം. പിന്നെ കുറച്ച് പീസ് നമ്മുടെ മട്ടർ. അപ്പോൾ അത് ബോയിൽ ചെയ്യുമ്പം ഇവിടെ സാധാരണ അവരൊന്നും ചേർക്കാറില്ല, ജസ്റ്റ് ബോയിൽ ചെയ്ത് കൊടുക്കത്തേ ഉള്ളൂ. ഇവിടുത്തെ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടേബിളിൽ പെപ്പറും സോൾട്ടും ഒക്കെ കാണും. അത് ആവശ്യമുള്ളവരിട്ട് കഴിക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ സിസ്റ്റം. നമ്മളെപ്പോലെ ഉപ്പും ഇതെല്ലാം മസാലയൊക്കെ ചേർത്തൊന്നും കൊടുക്കത്തില്ല. അപ്പം നമുക്ക് നമ്മുടേതായിട്ടുള്ള രീതി ചെയ്യുമ്പോൾ നമുക്ക് ബോയിൽ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ അകത്ത് കുറച്ച് സോൾട്ടും പെപ്പറും ഒക്കെ ഒന്ന് ആഡ് ചെയ്തിട്ട് ബോയിൽ ചെയ്ത് അതെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാൻ അതെല്ലാം ഒന്ന് റെഡിയാക്കി വെക്കാം. നമ്മുടെ സ്റ്റേക്ക് അവിടെ ഇരുന്നുണ്ട് വേവട്ടെ. നമ്മുടെ പോർക്ക് സ്റ്റേക്ക് റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മുടെ ഐറിഷ് ഡിന്നർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ചെറിയ സോസും കൂടെ ഉണ്ടാക്കണം. അപ്പോൾ അത് സോസ് റെഡിമെയ്ഡ് സോസ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അത് ജസ്റ്റ് ബോയിൽഡ് വാട്ടറിലൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാൻ അതുകൂടെ ഉണ്ടാക്കിക്കൊണ്ട് വരാം. അപ്പോൾ നമ്മുടെ ഡിന്നർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മക്കൾസിനെ വിളിക്കാം, അവന്മാർ വന്ന് കഴിച്ചു നോക്കട്ടെ. ഐറിഷ് ഡിന്നർ സ്റ്റാർട്ട് ചെയ്തു. ടേസ്റ്റ് ഉണ്ട്. ആൻഡ് ഈ പോർക്കിനാണെങ്കിലും ഈ സോസിൻ്റെ കൂടെ ഒക്കെ കഴിക്കുമ്പോഴത്തേക്കും നല്ല ടേസ്റ്റ് ഉണ്ട്. ആൻഡ് പോർക്ക് ശരിക്കും പറഞ്ഞാൽ കഴിക്കുമ്പോഴത്തേക്കും ഇതുപോലത്തെ അരി ഫുഡൊക്കെ കഴിക്കുമ്പോഴത്തേക്കും സോസ് വേണം. ഇപ്പോൾ സോസ് ഇല്ലെങ്കിൽ ഭയങ്കര ഡ്രൈ ആയിട്ട് തോന്നുള്ളൂ. പക്ഷേ ഇത് സോസ് കൂടെ കഴിക്കുമ്പോഴത്തേക്കും ആൻഡ് നല്ല ടേസ്റ്റ് ഉണ്ട്. ആൻഡ് പൊട്ടാറ്റോസ് ആണെങ്കിൽ നല്ല ആൻഡ് സ്മൂത്ത് ആയിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. ക്യാരറ്റ്സ് ഞാനിപ്പോൾ കഴിച്ചിട്ട് നല്ലതായിട്ട് ബോയിൽ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഈ സ്റ്റഫിങ് അകത്തെ അല്ലേ അത് ഞാൻ ടേസ്റ്റ് ചെയ്തിട്ടുണ്ട്. നല്ല
ഉപ്പുണ്ട് കറക്റ്റായിട്ട്, നല്ല ടേസ്റ്റാണ്, അത് സ്പോട്ടാണ്, എനിക്ക് വളരെ ഇഷ്ടമാണ്. അപ്പോൾ നമ്മുടെ സ്റ്റഫ്ഡ് പോർക്ക് സ്റ്റീക്ക് ഐറിഷ് ഡിന്നർ നന്നായിട്ടുണ്ടെന്നാണ് പിള്ളേർ പറഞ്ഞേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഈസി ആയിട്ട് വീട്ടിൽ ചെയ്യാവുന്നേ ഉള്ളൂ. ചില സാധനങ്ങളൊക്കെ ഇപ്പോൾ നാട്ടിലൊക്കെ ഇതിൻ്റെ അകത്ത് നമ്മൾ ചേർത്തിരിക്കുന്ന ഈ പാഴ്സലയും അങ്ങനെയുള്ള സാധനങ്ങൾ കിട്ടുമെന്ന് എനിക്കറിയത്തില്ല. മിക്കവാറും ഇപ്പോൾ ഉള്ള സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ കിട്ടുമായിരിക്കും. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവർ ഒരു ലൈക്ക് ഇടുക, കമൻറ്റ് എന്തെങ്കിലുമൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത ഒരു നല്ലൊരു റെസിപ്പി ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ. ബൈ.